നമസ്കാരം, ഞാൻ ഡോക്ടർ മിഥുൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മധുരമില്ലെങ്കിലും നമ്മളെ ഷുഗർ കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രമേഹ രോഗികളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഭക്ഷണത്തിന് മധുരമില്ലെങ്കിലും അത് സുരക്ഷിതമാണെന്ന് കരുതുന്നത്. എന്നാൽ നമ്മളെ ഭക്ഷണത്തിന്റെ രുചിയെക്കാളും പ്രധാനമാണ് അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ്. മധുരമില്ലെങ്കിലും നമ്മളെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില പെട്ടെന്ന് ഉയർത്തുന്ന 5 ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഞാൻ പറയുന്നത് വെള്ളയരിയും അതിന്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളെ പറ്റിയാണ്. അതായത് വൈറ്റ് റൈസും പിന്നെ റൈസ് പ്രോഡക്ട്സും. നമ്മളുടെ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ഈ വെള്ളയരി അല്ലെങ്കിൽ ഈ പോളിഷ് ചെയ്ത അരി. ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ് വളരെയധികം കൂടുതലാണ്. ഇത് നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ചോറിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്, നമ്മൾ തവിടുള്ള അരി അല്ലെങ്കിൽ ബ്രൗൺ റൈസോ അല്ലെങ്കിൽ മില്ലറ്റ് പോലുള്ള ചെറുധാന്യങ്ങളോ ശീലമാക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത് കഴിക്കുന്നതിന്റെ അളവ് നമ്മൾ പകുതിയായിട്ട് ചുരുക്കുക. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമെന്ന് പറയുന്ന ബേക്കറി ഐറ്റംസ്, അതായത് ബിസ്ക്കറ്റ്, റസ്ക്, പിന്നെ നമ്മൾ വൈറ്റ് ബ്രെഡ്, ഇവയ്ക്കൊന്നും മധുരം ഇല്ലായിരിക്കും. പക്ഷേ ഇത് നിർമ്മിച്ചിരിക്കുന്ന മൈദ അല്ലെങ്കിൽ റിഫൈൻഡ് ഫ്ലോർ ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് നാരുകൾ തീരെ കുറവാണ്. ഇത് നമ്മളുടെ ഷുഗറിന്റെ നില പെട്ടെന്ന് വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകുകയും ചെയ്യും. നമ്മളെ ഷുഗർ സ്പൈക്ക് പെട്ടെന്ന് കൂട്ടുകയും ചെയ്യും. മൂന്നാമത് പാക്കറ്റ് ആയിട്ടുള്ള ജ്യൂസുകൾ, ഫ്രൂട്ട് ജ്യൂസുകളാണ് മൂന്നാമത് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് പഴച്ചാറുകൾ നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ നമ്മൾ പഴങ്ങൾ നേരിട്ട് കഴിക്കുന്നത് നമ്മൾ ഈ മേടിച്ച് കുടിക്കുന്ന ജ്യൂസായിട്ട് കുടിക്കുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. പാക്കറ്റ് ജ്യൂസുകളിൽ ഫൈബർ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഇത് കുടിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് അതിവേഗമായിട്ട് നമ്മുടെ രക്തത്തിലേക്ക് ഈ ഗ്ലൂക്കോസ് എത്തിപ്പെടും. ഇനി നാലാമത് പറയുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഉരുളക്കിഴങ്ങ് ബേസ്ഡ് ആയിട്ടുള്ള സ്നാക്സ്. ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഭക്ഷണമാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർന്നിട്ടുള്ള ചിപ്സും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് ശരീരം ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. ഇനി അഞ്ചാമത്, നമ്മൾ രാവിലെ കഴിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ പലരും ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കുന്നത് ഈ കോൺഫ്ലേക്സ് പിന്നെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ധാന്യങ്ങളൊക്കെയാണ് ഒരു ഡയറ്റ് ചെയ്യാനുള്ള ഫുഡ് എന്നുള്ള രീതിയിൽ പലരും കഴിക്കുന്നത്. എന്നാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന റിഫൈൻഡ് കാർബ്സ് നമ്മളുടെ പ്രഭാത ഭക്ഷണമായിട്ട് നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇതിന് പിന്നാലെ നമ്മളുടെ ഷുഗറിന്റെ നില വളരെ വലിയ രീതിയിൽ ഇത് ഹൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പം അത് നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയെ അല്ലെങ്കിൽ ഷുഗറിനെ എങ്ങനെ ബാധിക്കുമെന്ന് കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ കൃത്യമായ വ്യായാമവും പിന്നെ നമ്മളുടെ ഭക്ഷണ രീതിയിൽ നല്ല രീതിയിൽ ഒരു നിയന്ത്രണവും പിന്തുടരുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. നമസ്കാരം.